ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഡാൻസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു പോം ഉണ്ടാക്കുകയാണ്, ഇതിനങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ചും ഗ്രീനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വൈറ്റ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്, എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് 4 എണ്ണം ഉണ്ടാക്കണം. ഒരാൾക്ക് ഒരു കയ്യിൽ ഒരു ഗ്രീൻ, അടുത്ത കയ്യിൽ ഓറഞ്ച്. അപ്പോൾ എനിക്ക് നമസ്വിക്കും അനിയത്തിയുടെ കുട്ടി ഷാനിക്കും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റിക്കർ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബ്ലേഡ് ഓൾറെഡി റസ്റ്റ് ചെയ്ത് മൂർച്ച പോയതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിലിരുന്നിട്ട് തന്നെ ഇത് കുറച്ച് തുരുമ്പെടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഒരു എണ്ണ, അതിനകത്തൊരു ചെറിയ ഓയിലുണ്ട്, അത് ഡ്രൈ ആകുമ്പോഴാണ് തോന്നുന്നത് ഇങ്ങനെ തുരുമ്പായിട്ട് പോകുന്നത്. ഞാൻ നല്ല ഒരു ബ്ലേഡ് ഉള്ളതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചാർട്ടിൻ്റെ സൈസ് A2 സൈസാണ്. പക്ഷേ അതിന്നൊരു കഷ്ണം ഫ്ലാഗ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഷീറ്റ് A2 സൈസിൽ ബാലൻസ് ഉള്ള ഷീറ്റ്, ഇതിനൊരു ഷീറ്റിന് 8 രൂപയാണ് ഞാൻ വർഗീസ് കോർണറിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഞാനത് ഡീറ്റെയിൽ പറയുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാൻ 4 എണ്ണം ഉണ്ടാക്കുന്നത് കൊണ്ട് സെൻറ്റർ നേരെ മടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് 4ആയിട്ട് കട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വന്ന് ടോട്ടൽ പോമിൻ്റെ ഹൈറ്റ് വരുന്നത് ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ അതിൻ്റെ ആ ഒരു ബ്രഷ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, അതും പിന്നെ ഒരു 7 ഇഞ്ചോളം അതിൻ്റെ എന്താണ് സ്റ്റെമ്മും എന്താ പറയുക സ്റ്റിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ചിൽ പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ, നമ്മളതിൻ്റെ താഴത്തെ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാലൻസ് ഉള്ള ലെങ്ത് എത്രയാണോ അതാണ് നമുക്ക് ആ ഒരു അരങ്ങ് പോലെ വെട്ടാനായിട്ട് കിട്ടുക. അപ്പോൾ ഞാനൊരു തെളിയാത്ത പേന എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ ആ വെട്ടുന്നത് ഒരേ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഓർത്തിട്ടാണ്. അപ്പോൾ തെളിയാത്ത പേനയാകുമ്പോൾ നമുക്ക് ലൈനും കിട്ടും, എന്താണ് അതിൻ്റെ മാർക്ക് വരില്ലല്ലോ. പെൻസിലും അല്ലെങ്കിൽ വേറെ പെന്നും വെച്ച് വരയ്ക്കുന്നതിനേക്കാളും ഇങ്ങനൊരു മഷിയില്ലാത്ത പേന വെച്ചിട്ട് വരയ്ക്കുന്നതാവും നല്ലത് കേട്ടോ. അപ്പോൾ താഴെ ഞാനൊരു 2 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് ഈ വരയ്ക്കുന്നത് കേട്ടോ, കാരണം നമുക്കത് ഒട്ടിച്ചെടുക്കണമല്ലോ. ഞാനൊരു സൈഡിൽ ഞാൻ കാണിക്കുന്നത്, ഞാനിതാ താഴത്തുനിന്ന് ഞാനിങ്ങനെ ഒരു 2 ഇഞ്ച് മാർക്ക് ഇപ്പുറത്തോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്, ഹൊറിസോണ്ടലി വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെർട്ടിക്കൽ ലൈൻസ് നമുക്ക് ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. എളുപ്പപ്പണിക്ക് 4 എണ്ണം ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും 4 എണ്ണം ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, തെന്നി മാറുകയാണെങ്കിൽ നമുക്ക് സ്റ്റാപ്ലറോ എന്തെങ്കിലും ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് നോക്കിയപ്പോൾ 4 ഷീറ്റും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും അത് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുന്നുണ്ട്, ഒരുമിച്ച് വെച്ചിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ 3 സ്ഥലത്തായിട്ട് സ്റ്റാപ്ലർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ വെട്ടാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്രോയിങ് ഷീറ്റാണ്. ഡ്രോയിങ് ഷീറ്റ് ഞാൻ ഇന്നലെ ഫ്ലാഗ് മേക്കിങ്ങിന് മേടിച്ചതിൻ്റെ അതിനൊരു കഷ്ണം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3/7, അതായത് ഇത് 4ആക്കി കട്ട് ചെയ്യുമ്പോൾ ഒരു പീസിൻ്റെ സൈസാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4ആക്കിയിട്ട് കട്ട് ചെയ്യും 4 സ്റ്റിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു പീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 ലെങ്തും 3 ഇഞ്ചസ് വിഡ്ത്തും വരുന്ന രീതിക്ക് 4 പീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റൊന്നും എടുക്കണമെന്നില്ല. ഇതൊരു 300 GSM-ന് മീതെ കട്ടി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ചുരുട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നോർമൽ ചാർട്ട് പേപ്പർ എടുത്താൽ മതിയിട്ട്, എൻ്റെ കയ്യിൽ ഇതാണോ ഉള്ളത്, അതുകൊണ്ട് ഞാനത് എടുത്തു എന്ന് മാത്രം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷീറ്റ്, അത് ഈ സ്റ്റിക്കിൻ്റെ മീതെ കൂടെ ചുറ്റാനുള്ളത്, അതും എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കുറച്ചൊന്ന് ഒടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും, ഈസി ആയിട്ട് അങ്ങ് റോൾ ചെയ്യാൻ പറ്റില്ല. നോർമൽ ഒരു ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഒരു 200 GSM-ലൊക്കെ താഴെയാവും തിക്നെസ് ഉണ്ടാവുക. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടി കുഴൽ പോലെ ആക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. അത് ഇത്തിരി ടഫാണ്. എനിവേ അതിങ്ങനെ വെച്ച് ചുരുട്ടി എടുത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം ഇത് അത്ര എളുപ്പം കൊണ്ട് അതേപോലെ ആ ഒരു ഷേപ്പിലോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ സ്റ്റിക്കൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരൊറ്റ ഒന്ന് ഉണ്ടാക്കുന്നതേ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള 4 സ്റ്റിക്കും കൂടെ ഇങ്ങനെ ആക്കാം, പാരലലി ആക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഗതി
കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കൂൾ ഗ്ലൂ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക ഫെവിക്കോളാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ഗ്ലൂ ആണല്ലോ. മറ്റത് ഒട്ടുമായിരിക്കും. എനിക്കിതാണ് ഇഷ്ടം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക കേട്ടോ. അതിങ്ങനെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. കുറേയും കൂടെ ലെങ്ത് ഉള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബുഷിയായിട്ട് ആ ഒരു സംഗതി കിട്ടും. അതായത് ഇതിനെ പോം എന്നാണ് പറയുന്നത്. ആ ഒരു സംഗതി കിട്ടി. ചിയർ ഗേൾസിൻ്റെ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ. ആക്ച്വലി തിളക്കമുള്ള പേപ്പറായിരുന്നു വേണ്ടിയിരുന്നത്. നമുക്കത് കിട്ടിയില്ല, ഈ കളറിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഈ ചാർട്ട് ഷീറ്റിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി വെച്ച ഷീറ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്കും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിലോട്ട് ഇത് കട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനത് ഇത് ചുറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ലെങ്ത്ത് കറക്റ്റ് ചെയ്തത്. നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് എടുത്തോളൂ. ഒരു 7 ഇഞ്ച് തന്നെ മതി, 7 to 8 ഇഞ്ച് മതിയാവും. നിങ്ങൾ എത്രയാണോ സ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അത്ര വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ചുറ്റി കൊടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്യുന്നതൊക്കെ, അതായത് അരങ്ങ് പോലെ കട്ട് ചെയ്യുന്നതൊക്കെ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിലും നല്ല ഭംഗിയിലൊക്കെ തന്നെ കിട്ടും. എന്നാലും അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അവസാനം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. നേരത്തെ കട്ട് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായുള്ള ഡാൻസിൻ്റെ കൂട്ടത്തിലുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിൽ കുട്ടികൾക്ക് അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറയാം കേട്ടോ. താങ്ക് യു.